ഇതിപ്പോ ഏത് വർഷത്തെ ലൈവ് നടക്കണം 64 ബീറ്റാറിനെ കണ്ടെന്താ മെമ്പർ 64 കഴിഞ്ഞിട്ട് റീസർവേ കഴിഞ്ഞിട്ടുള്ള പൊസിഷനാണ്. റീസർവേ ഒക്കെ എത്ര ഞാൻ കണ്ടിട്ട് ആരോടാ ഈ റീസർവേലൊക്കെ ഉള്ള കളിയൊക്കെ ഞാന് മെമ്പർ ഇയാള് 65 കഥയൊക്കെ പറയണ്ടല്ലോ. ഇയാള് സത്യേട്ടന്റെ അച്ഛനൊക്കെ എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ട് പറ്റിച്ച് മേടിച്ചാണ് ഇയാള് ഈ സ്ഥലമൊക്കെ. ഇതിലത് വ്യക്തമായിട്ട് പറയണ്ട് ഇത് ആരുടെയായിരുന്നു. നീ അത് പറയരുത്. എനിക്കൊരു മനസാക്ഷി കാണിച്ചപ്പോ നീ അത് ചൂഷണം ചെയ്യരുത്. 40-40 കൊല്ലം ഇത് നടന്നോളം പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് അവകാശമാക്കി എടുക്കരുത്. 2-3 തലമുറയായിട്ട് നടക്കണ അയാൾക്ക് നടപ്പവകാശം കൊടുക്കണ്ടേ സുധേട്ടാ? എങ്ങനെ നടപ്പവകാശം കൊടുക്കണ്ടേ? ശരി നടന്നാലും പോലെ ഇനിയിപ്പോ അതിന്റെ അവകാശം തരണം. അന്നൊരു കഥ കേട്ടോ. ഇതാ പാലം കണ്ടങ്ങള് അങ്ങടെ നോക്ക്. ആ പാലം കണ്ടോ? 10-64 വർഷമായി ഞാൻ ഇപ്പൊ നമുക്കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ അവകാശമൊക്കെ തരണം വെച്ചെങ്കിൽ സർക്കാർ ആ പാലൊക്കെ എഴുതി സത്യന് വഴി വേണം. വഴിയുടെ കാര്യത്തിൽ എത്ര നേരം സംസാരിച്ചു കൊടുക്കുന്നു ഇവിടെ? വഴി ഞാൻ മേടിച്ചു തരാം. എങ്ങനെ മേടിച്ചിരുന്നു? ഒന്നുമില്ല, ഒരു 10 ലക്ഷം രൂപ വഴി നമുക്ക് എഴുതി മേടിക്കാം. എന്തിനു വെറുതെ കിടന്ന് ഞാൻ വർത്താനത്തിന് എന്താ പറഞ്ഞേ? അല്ല, ഒരു 10 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾക്ക് തന്നാലേ നിങ്ങൾ ഈ വഴി എനിക്ക് തരുന്ന് മൂപ്പര്. ഞാൻ പറഞ്ഞു എന്നോട് ഈ വഴി കൊടുക്കാണ്ടത്. അല്ല 10 ലക്ഷം ഉറുപ്പ്യ ഈ വഴി ഞാൻ കൊടുക്കും പറഞ്ഞു എന്നോട്. കൊടുക്കണേ കൊടുക്കണ്ട. എന്തിനാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഓൻ പറയുന്ന വാക്കിന്റെ അഭിപ്രായം അല്ല കേട്ടോ. അത് പറഞ്ഞില്ല എന്ന് വേണ്ട. സത്യ ഇല്ലേലും ഇങ്ങനെ വേറൊരു അലമ്പാണ്. കച്ചടയാണ് കച്ചട. നമ്മളെപ്പോലുള്ള മാന്യന്മാർക്ക് ഇയാളായിട്ട് ഇടപെടാൻ കൊള്ളൂല. ആ കള്ളനായി പറഞ്ഞു. നീ നിന്റെ പാട് നോക്കി പോമന്മതാ. വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഇടപെട്ടു. ചെല്ലിക്ക് വിട്ടോ. അഭിപ്രായം പറയാൻ വേണ്ടി വർത്താനം പറയാൻ മനുഷ്യനെ വയ്യെത്തിക്കാൻ വേണ്ടി വന്നേക്ക. എന്റെ തോണിയില്ല കാലിടുന്ന സ്വഭാവം കൊണ്ട് വന്നേക്കാ. കൂടെ നിന്ന് പറ്റിക്കണവനാണ് അവൻ. അനിയനായ എന്നെ പറ്റിച്ചു. അതെ, ഇനിയിപ്പോ ഉള്ള കാര്യം പറയാം. അത് നേരില്ല. കുട്ടിയെ ഇജ്ജ് മെമ്പറാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്കറിയാം. നമ്മുടെ കുട്ടിയൊക്കെ തന്നെയാണ്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. മെമ്പറല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഇനിയിപ്പോ ഇവിടുത്തെ MLA അല്ല, ഇത് സുപ്രീം കോടതി വന്നാലും ഇതാ നോക്കോ, ഇത് നടപടിയാക്കാണ്ടല്ലോ കോയ അമ്മയ്ക്കൂല കേട്ടോ. എന്താ ഈ പറഞ്ഞായി സമ്മയ്ക്കൂല പറഞ്ഞാൽ അമ്മയ്ക്കൂല. ഞങ്ങൾ വെറുതെ കിടന്ന് കെട്ടിത്തരും. ഞങ്ങൾ നടക്കും. അതൊക്കെ വാങ്ങ് കൊടുത്ത് അത്ര വാങ്ങ് കൊടുത്ത് നിസ്കരിക്കണം. അതിന് വെള്ളം എന്തെങ്കിലും കുടിക്കണം. അങ്ങോട്ട് പോരാ. പറഞ്ഞോട്ടാളി ആ റൂമിൽ കൊണ്ട് പൂട്ടിയിടുന്നു.